ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ മാറ്റി എല്ലാവരും എക്സാമിന് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് എക്സാം എഴുതുന്നത്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എക്സാം എഴുതുമ്പോൾ ബുക്ക്ലെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബുക്ക്ലെറ്റിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം എക്സാം എഴുതുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരു വിത്ത് ഡെമോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഡെമോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് ആൻസർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ സെഷനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ മറക്കാതെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് കയ്യിൽ എടുത്തുകൊണ്ട് വേണം, അതുപോലെ ഹാൾ ടിക്കറ്റും ID കാർഡും വെച്ച് വേണം നിങ്ങൾ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത്, ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതല്ല. ഇത് ടീച്ചേഴ്സിൻ്റെ ഒരു സെഷനാണ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ മാർക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻറോൾമെൻറ്റ് നമ്പറാണ്. എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളുടെ ID കാർഡിലും അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു 10 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഫിഗറിൽ എഴുതാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ കൃത്യമായിട്ട് 10 ഡിജിറ്റ് നമ്പർ ഓരോ ബോക്സിലായിട്ടും എഴുതാം. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൻറോൾമെൻറ്റ് നമ്പർ ഇൻ വേർഡ്സ് ആണ്. ഇപ്പോൾ മുകളിൽ ഏതാണോ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു 1 എന്ന് കൊടുത്തിരിക്കുന്നത്, ഇവിടെ വേർഡ്സിൽ 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. 7 ആവുമ്പോൾ 7, അങ്ങനെ കറക്റ്റായിട്ട് മുകളിൽ ഏത് ഫിഗറിലാണ് കൊടുത്തിരിക്കുന്നത് അത് വേർഡായിട്ട് താഴേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 10 ഡിജിറ്റ് നമ്പറാണ്. അത് നിങ്ങൾക്ക് ID കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റിൽ നോക്കി കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് പറയുന്നത് എക്സാം സെൻറ്റർ കോഡാണ്. എക്സാം സെൻറ്റർ കോഡ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അത് ID കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഹാൾ ടിക്കറ്റിൽ എക്സാം സെൻറ്റർ കോഡ് ഉണ്ടായിരിക്കും. ആ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ബാക്കി വരുന്ന ബോക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ക്രോസ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ അത് ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തരും. അവർ പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം വിട്ടുപോകരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേ ആൻഡ് ഡേറ്റ് ആണ്. അപ്പോൾ ഡേ ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എഴുതുന്ന എക്സാമിൻ്റെ ഏത് ദിവസമാണ്, ഏത് ഡേറ്റ് ആണ് എന്നാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേ എന്ന് എഴുതുക, ഡേറ്റ് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഡേറ്റും ഡേയും ഹാൾ ടിക്കറ്റിൽ കാണുന്നത് പോലെ തന്നെ വ്യക്തമാക്കിയിട്ട് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം കോഡ് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ പ്രോഗ്രാം കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡേറ്റ്, ടൈം എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സാമിന് പോകുന്നേക്കാൾ മുന്നേ ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം പോവുക. അപ്പോൾ പ്രോഗ്രാം കോഡ് നിങ്ങൾ ഹാൾ ടിക്കറ്റ് നോക്കി എഴുതുക. അതുപോലെ കോഴ്സ് കോഡ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തത്, ഇപ്പോൾ BA ഇംഗ്ലീഷ് ആണ്, BA സോഷ്യോളജി ആണ്, സൈക്കോളജി ആണ്, ഏത് കോഴ്സാണോ ആ കോഴ്സിനെ കോഴ്സ് കോഡ് ഉണ്ടായിരിക്കും. ആ കോഴ്സ് കോഡ് ID കാർഡിലും ഹാൾ ടിക്കറ്റിലും ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് അതിൽ നോക്കിയിട്ട് തന്നെ എഴുതാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് ടൈറ്റിലാണ്. അതായത് ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കോഴ്സ് ടൈറ്റിൽ എന്താണ്, ആ ദിവസം ഏത് എക്സാം ആണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇപ്പോൾ സബ്ജക്റ്റ് കറക്റ്റ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഏത് എക്സാം ആണോ ആ എക്സാമിൻ്റെ കോഴ്സ് ടൈറ്റിലാണ് അവിടെ കൃത്യമായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയം ആണ്.
മീഡിയം എന്ന് പറയുമ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. അപ്പം നിങ്ങൾ ഏത് മീഡിയം ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഏത് മീഡിയം ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ മീഡിയം ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് പോർഷനിൽ സിഗ്നേച്ചർ ഓഫ് എക്സാമിന് നിങ്ങളുടെ സൈൻ ഇവിടെ ഇട്ട് കൊടുക്കണം. അതുപോലെ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ. അപ്പോൾ ആളുടെ സൈനും കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ 2 സൈനും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എക്സാം ഷീറ്റ് വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ പൂരിപ്പിക്കുന്ന, അതായത് ഫില്ല് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എക്സാം വരെ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു നമ്പർ ചേഞ്ച് ആയാൽ നിങ്ങളുടെ റിസൾട്ടിനെ തന്നെ അത് ബാധിക്കും. അതുപോലെ ഈ സൈനും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ മസ്റ്റായിട്ടും ഒരു കാരണവശാലും തെറ്റിക്കാതെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഈ സൈഡിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിന് മാർക്ക് ഇടുന്ന സമയത്ത് ടോട്ടൽ ഗ്രേഡ്, സിഗ്നേച്ചർ ഓഫ് വാല്യുവേറ്റർ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ പോർഷൻ കംപ്ലീറ്റ്, അതായത് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ് സൈഡ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ മറുവശത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബുക്ക്ലെറ്റ് ആണ് കിട്ടുക, 25 പേജിലുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ എഴുതണം, ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്, പെന്ന്, പെൻസില് മുതലായ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. ഗാഡ്ജറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന കോമൺ റൂൾസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം എക്സാം എഴുതുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ഹെൽപ്പോട് കൂടെ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് ഒട്ടും ടൈം കളയണ്ട. യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. മാക്സിമം ടൈം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആൻസർ ഷീറ്റിൻ്റെ ഡെമോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്